അപ്പോൾ എല്ലാവർക്കും കുട്ടേട്ടൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് താർ റോക്സ് 2x4 ചില പ്രത്യേകതകളാണ് കാണാൻ പോകുന്നത്. പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന 5 ഡോറിൻ്റെ താറാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. വളരെ വ്യത്യസ്തമായ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതാണ് കീ, അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഡിക്കിയുടെ ഒരു ഫങ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വണ്ടിക്കകത്തേക്ക് കയറാം. വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്ക് വരുന്ന ഇതാണ് കേട്ടോ. ഡ്രൈവർ സീറ്റ് ഇതാണ്ട്, സ്റ്റാർട്ടിങ് സ്റ്റിയറിങ്ങിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റാർട്ടിങ്. ഒരു പ്രത്യേക ലുക്കിൽ തന്നെയാണ് വണ്ടി പുറത്തിറക്കിയേക്കുന്നത്. ഭയങ്കര ഒരു പ്രത്യേക ഫീൽ, ഒരു പ്രീമിയർ വണ്ടിയുടെ ഒരു നല്ല ഫീല് ഈ വണ്ടിക്കുണ്ട്. കാണുമ്പോൾ തന്നെ അകത്ത് കയറുമ്പോഴാണേലും ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും. 5 ഡോർ ആയതുകൊണ്ട് തന്നെ ഡോറിൻ്റെ സൈഡിലാണ് ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു എല്ലാ സ്പീഷ്യസ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റും കാര്യങ്ങളെല്ലാം വളരെ സെക്യൂരിറ്റി ആയിട്ട് തന്നെയാണ് വണ്ടി ഷോറൂം ഇറക്കിയിരിക്കുന്നത് കേട്ടോ. എല്ലാ ചാർജബിൾ പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ആണെങ്കിലും കൂളിങ് ബാക്ക് സൈഡിൽ കിട്ടാനുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല ക്വാളിറ്റി തന്നെയാണ് താർ റോക്സ് ഇറക്കിയിരിക്കുന്നത്. ഇനി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നു, സ്റ്റാർട്ടിങ് സ്റ്റിയറിങ്ങിനോട് ചേർന്നാണ്. ജസ്റ്റ് ഒറ്റ പ്രസ് ബട്ടണിൽ തന്നെ വണ്ടി ഫുൾ സ്റ്റാർട്ടിങ് ആകും. കണ്ടോ, താർ എല്ലാം സിസ്റ്റം ഫുള്ള് നന്നായിട്ട് കാണിക്കും. ഇവിടുത്തെ മോണിറ്ററിങ്ങും അടിപൊളിയാണ്. വളരെ ഒരു വെറൈറ്റി ലുക്കിൽ തന്നെയാണ് വണ്ടി പുറത്തിറക്കിയിരിക്കുന്നത്. AC-യുടെ ആ ഒരു ഫീലിംഗ് ആണെങ്കിലും മൊത്തം വണ്ടിയുടെ മീറ്റർ പോലും വളരെ ഒരു പ്രത്യേക ഒരു ലുക്കൗട്ടാണ്. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും, വണ്ടി മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ഇതാണ് താർ റോക്സിൻ്റെ ഒരു ഫസ്റ്റ് ഔട്ട്ലെറ്റ്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. സ്റ്റിയറിങ്ങിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഫങ്ഷൻസും നമുക്കിവിടെ ഉണ്ട്. മ്യൂസിക്കിൻ്റെ വോളിയം ബട്ടൺസ്, പിന്നെ കോൾ കട്ട് ചെയ്യാൻ, കോൾ എടുക്കാൻ, അതുപോലെ ക്രൂസ് ബട്ടൺ എല്ലാം ഇതേ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും ഒരു വളരെ യൂസ്ഫുള്ളാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ വൈപ്പറിൻ്റെ ഫങ്ഷൻസ് ആണെങ്കിലും വളരെ സ്പെഷ്യലായിട്ട് എഡിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ. ലൈറ്റ്സ് ആണെങ്കിലും ഒരു പ്രീമിയർ ലുക്ക് വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ തന്നെ ഡയറക്ഷൻസ്, അലൈൻമെൻറ്റ് ഡയറക്ഷനൊക്കെ നമുക്ക് സ്ക്രീനിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഫങ്ഷൻസ് ഇത് കണ്ടോ, എല്ലാത്തിനും വ്യത്യസ്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാനുവൽ ചെയ്യാനും എല്ലാം അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഗിയർ മാറുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പുഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഗിയർ മൂവ് ചെയ്യാൻ. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഫങ്ഷൻസ്, നമുക്ക് ചാർജിങ് സ്പോട്ടൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടേ, എല്ലാ രീതിയിലും ഫങ്ഷനിങ് ആണ് വണ്ടി. മോണിറ്ററിങ് ആണെങ്കിൽ വളരെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സോട് കൂടി തന്നെയാണ് ഒരു മോണിറ്റർ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ വണ്ടിക്ക് വ്യത്യസ്തമായിട്ട് താർ റോക്സിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാഹചര്യവും വണ്ടിക്കകത്തുണ്ട്. ഒരിക്കലും നെഗറ്റീവ്സ് ഉണ്ടാകാം ഇല്ല എന്നല്ല, പക്ഷേ എന്നാൽ പോലും ഇഷ്ടപ്പെടാനുള്ള കുറേ കാരണങ്ങൾ അല്ലെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഈ വണ്ടിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇതാണ്ട് വണ്ടിയുടെ സ്പീക്കർ, മ്യൂസിക് പ്ലെയറിൻ്റെ സ്പീക്കർ ഇതാണ് കേട്ടോ. 2 സൈഡും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നന്നായിട്ട് കേൾക്കാൻ പാകത്തിൽ തന്നെ ഇൻറ്റീരിയറോട് ചേർത്ത് തന്നെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട്
അതും ഒരു പ്രത്യേകതയാണ്. നല്ല രസമാണ് നമുക്ക് പാട്ട് ഫീൽ ചെയ്യാനൊക്കെ. ആ ഒരു നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് വണ്ടിക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ട് ഫങ്ഷൻസ്. എന്താ ആദ്യം നമുക്ക് ഡീസലിൻ്റെ ഓപ്പണിങ്, പിന്നെ വരുന്നത് ഇപ്പോൾ യെല്ലോ കത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ സിഗ്നലൊക്കെ വരുമ്പം ഫുള്ളായിട്ട് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫാകും. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടാകും. നമുക്കത് ഓഫാക്കുകയോ ഓണാക്കുകയൊക്കെ ചെയ്തിടാം. സോ ഇത്രയും ഫെസിലിറ്റി ഈ വണ്ടിക്കകത്തുണ്ട്. തീർച്ചയായിട്ടും താർറോക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കയറുമ്പോൾ തന്നെ ഒരു ജീപ്പ് ലുക്ക് ഔട്ടിലൊരു വണ്ടി എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയല്ലേ. മൊത്തത്തിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. നല്ല ലുക്കുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ സ്പീഷ്യസാണ്. വണ്ടിയിൽ ലഗേജ് കയറ്റാനാണെങ്കിലും ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനാണെങ്കിലും ഒക്കെ വണ്ടിക്ക് സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രീമിയർ ലുക്കൗട്ട് വണ്ടി മൊത്തത്തിൽ നൽകുന്നുണ്ട്. സോ താർറോക്സ് സൂപ്പറാണ്, കൊള്ളാം. നമുക്ക് യാത്രയിലൊക്കെ വളരെ ലോങ് ജേർണിയൊക്കെ വളരെ കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, കൂട്ടുകാരിലേക്കൊക്കെ അയയ്ക്കുക. താർറോക്സ് ആരെങ്കിലുമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ വീണ്ടും താറിൻ്റെ അടുത്ത ചില കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. താർറോക്സ് ആരെങ്കിലുമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണുക. വണ്ടിയുടെ ഇൻറ്റീരിയർ ലുക്കൊക്കെ ഇങ്ങനെയാണ്. മൊത്തത്തിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനും ലോങ് ട്രാവലിനൊക്കെ വണ്ടി യൂസ്ഫുള്ളാണ്. നെഗറ്റീവ്സ് കാണും, മേ ബി പറയാൻ ഒത്തിരി ഉണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ കണക്കിൽ ഈ ഒരു ലുക്കൗട്ട് ഭയങ്കരമാണ്. ഒരു വെറൈറ്റി ഫീലാണ് വണ്ടി. സോ ഇഷ്ടപ്പെട്ടാൽ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടുകാരൻ്റെ ബ്ലോഗ്. ബൈ.